എല്ലാവർക്കും SR കറിവേട്ടിലേക്ക് സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായി ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു നുള്ള് കടുകും ഒരു നുള്ള് ഉലുവയും ഇട്ട് കൊടുക്കുക. ഉലുവയും കടുകൊക്കെ പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി, 1 ടീസ്പൂൺ ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി, 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മൂത്തതിന് ശേഷം ഇതിലേക്ക് 20 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് നടു കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മതി, നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ എല്ലാം കൂടി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. പൊടികളുടെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ റോസ്റ്റാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞ് നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ചെമ്മീനിൽ നിന്ന് വെള്ളം ഊർന്നു വരികയാണെങ്കിൽ അത് മുഴുവൻ വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെമ്മീനത്തെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തിരുമ്മിയ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. വീണ്ടും കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ വറ്റിച്ചെടുക്കുക. ഡ്രൈ ആക്കി എടുക്കണം. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഡ്രൈ ആക്കി എടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അത് ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുക. അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.